കണ്ടല്ലൂരിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അക്രമി വാളുമായി ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കണ്ടല്ലൂർ സ്വദേശികളായ അജീന്ദ്രദാസിനും മകൻ അക്ഷയ് ദാസിനും ബന്ധു ദീപയ്ക്കുമാണ് വെട്ടേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കേസിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ? എന്താണ് ഇയാളുടെ മൊഴിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9:30 കൂടിയാണ് കായംകുളം കണ്ടല്ലൂർ ഭാഗത്ത് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. അജീന്ദ്രദാസ് എന്ന് പറയുന്ന ആളും അയാളുടെ മകൻ, അതോടൊപ്പം തന്നെ അയാളുടെ ബന്ധു ദീപ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഈ അജീന്ദ്രദാസിന് പൈപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടയുണ്ട്. ഈ കട അടച്ച് മടങ്ങവെയാണ് ആക്രമികളായിട്ടുള്ള അരുൺ സുധാകരനും അതുപോലെ തന്നെ ഉമേഷ് ഉത്തമനും ഇയാളെ ആക്രമിക്കാൻ എത്തുന്നത്. ഇവർ തമ്മിൽ നാളുകളായി നിൽക്കുന്ന ഒരു വിദ്വേഷമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ കുടുംബപരമായി നാളുകളായി ഇരു കുടുംബവും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പേരിൽ പലപ്പോഴും അടിപിടികൾ ഉണ്ടാവുകയും ഇതിന്റെയൊക്കെ പേര് തന്നെ പലപ്പോഴായി കായംകുളം പോലീസ് സ്റ്റേഷനിലടക്കം ഇവർക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അങ്ങനെ രാത്രി 9:00 കൂടി തന്നെ അജീന്ദ്രദാസ് ഈ കട കൂട്ടി പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അവിടേക്ക് അരുണും അതുപോലെ തന്നെ ഉമേഷും എത്തുന്നത്. ഇരുവരും ചേർന്ന് അജീന്ദ്രദാസിനെ ആക്രമിക്കുകയായിരുന്നു. മൂർച്ചയുള്ള ഒരു ആയുധം വെച്ച് ആദ്യം തന്നെ ഈ അജീന്ദ്രദാസിന്റെ തലയ്ക്ക് വെട്ടുകയാണ്. വലിയ രീതിയിൽ രക്തം ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടനെയാണ് മകനും അക്ഷയദാസും അതുപോലെ തന്നെ ബന്ധുവായിട്ടുള്ള ദീപയും ഇവരെ തടയാനെത്തിയ ഇവർക്കും വെട്ടേക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പ്രതികൾ അവിടുന്ന് കടന്നു കളയുകയും ചെയ്തു. തുടർന്ന് അജീന്ദ്രദാസിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് പിന്നീട് തിരുവല്ലേക്കുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പരിക്കുകൾ വലിയ ഗുരുതരമല്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ രണ്ട് പ്രതികളെയും ഉമേഷും അതുപോലെ തന്നെ അരുണിനെയും കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന ചില വിദ്വേഷങ്ങളുടെ പുറത്താണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നതാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെ തന്നെയാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുള്ളതും. ലക്ഷ്മി പത്മ. മനീഷ് ഐഷ മാത്യു, ആലപ്പുഴയിൽ നിന്ന്.